തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന് തിരിച്ചടി. അണ്ണാ DMKയുടെ പേരും കൊടിയും ചിഹ്നവും ഉപയോഗിക്കാൻ പാടില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. അണ്ണാ DMKയുടെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ എന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്നും കോടതി. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? വേണു, അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഒ പനീർശെൽവം. അതായത് താനാണ് ഇപ്പോഴും ഡെപ്യൂട്ടി കോർഡിനേറ്റർ എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ കൊടി, ചിഹ്നം, അതുപോലെ തന്നെ ആ പേര്, പാർട്ടിയുടെ അണ്ണാ DMK എന്ന് പറയുന്ന പേര്, ഇത് മൂന്നും ഉപയോഗിക്കാൻ തനിക്ക് അനുമതി നൽകണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതാണ്. അതായത് 2023 ജൂലൈയിലുണ്ടായ ഭേദഗതി ഉണ്ടാവുകയും ജനറൽ സെക്രട്ടറിയായി എടപ്പാടി പളനിസ്വാമിയെ തിരഞ്ഞെടുത്ത ആ യോഗം, ആ പൊതുയോഗത്തിലെ ജനറൽ കൗൺസിലിൻ്റെ തീരുമാനം അത് അംഗീകരിച്ചതാണ്. കോടതികൾ അംഗീകരിച്ചതാണ്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും അംഗീകരിച്ചതാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഈ ഒ പനീർശെൽവത്തെ പുറത്താക്കിയ നടപടി, ഇത് എല്ലാം കോടതികളും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ശരിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പേര് ഈ തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം അതായിരുന്നു. ജസ്റ്റിസുമാരായ ആർ മഹാദേവൻ, അതുപോലെ തന്നെ മുഹമ്മദ് ഷെഫീഖ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും കോട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഒ പനീർശെൽവത്തിൻ്റെ പുറത്താക്കൽ, എടപ്പാടി പളനിസ്വാമിയുടെ തെരഞ്ഞെടുപ്പും, ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റു കോടതികളുമൊക്കെ അംഗീകരിച്ചതാണ്. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായ വിധി ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ തുടരണം, മറ്റ് രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത്, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇപ്പോഴത്തെ കോടതി വിധിയിൽ പറയുന്നത്. ഇനിയിപ്പോൾ മുൻപ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി ഒ പനീർശെൽവം കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ സുപ്രീം കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട സമീപിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. വേണം. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.